ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ചിക്കനും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ക്ലിപ്പ് ഇതിൽ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഓണാക്കാൻ മറന്നു പോയതാണ്. ഇപ്പോൾ 1 കപ്പ് കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സാധാരണ പച്ചവെള്ളം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളത്തിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഇപ്പോൾ ചിക്കൻ ഞാനിതാ പൊരിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്തിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുക്കുന്നതാണ്. അപ്പോൾ കടിക്കാൻ കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ ആക്കിയെടുക്കേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടും കനമില്ലാതെ വേണം കേട്ടോ ഇതുപോലെ ആക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇനി ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലൊരു മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊക്കെ ഇപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും വെന്തതാണ്. പിന്നെ ഈ പുറം ഭാഗത്തുള്ള ഈ ഒരു കോട്ടിങ് മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത്രയും സമയം വേണ്ടുള്ളൂ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിലുള്ള. അപ്പോൾ നമ്മുടെ റവ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.